ഇന്ന് തീരപ്രദേശത്ത് വലിയൊരു സമരം നടക്കുക കേട്ടോ. കേന്ദ്ര സർക്കാരിൻ്റെ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇന്ന് തീരദേശ ഹർത്താലാണ്. ഹാർബർ, മാർക്കറ്റുകൾ എന്നിവ പൂർണ്ണമായി ഇന്ന് അടഞ്ഞുകിടക്കാൻ സാധ്യതയുണ്ട്. UDF-ലെയും LDF-ലെയും വിവിധ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അരുൺ രാജ് കൊല്ലത്തു നിന്ന് ചേരും, അതുപോലെ ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിവാൽ ചേരുന്നുണ്ട്. മലപ്പുറത്തെ താനൂർ നിന്ന് സമീർ ബിൻ കരീം കൂടി ചേരും. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ തീരദേശത്താണ് നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. അരുൺ രാജ്, കൊല്ലത്തല്ലേ ഏറ്റവും വലിയ സമരവേദി, എന്തൊക്കെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യം? കേന്ദ്ര സർക്കാരിൻ്റെ ഖനന പദ്ധതിയെ തുരങ്കം വയ്ക്കും, തകർത്ത് കളയും എന്നാണ് തൊഴിലാളികളുടെ തീരുമാനം. വെരി ഗുഡ് മോർണിംഗ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ആശങ്കയുടെ ദിനങ്ങൾ തന്നെയാണ് ഈ കടന്നു പോകുന്നത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ തന്നെ മത്സ്യസമ്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടങ്ങളിലൊന്നാണ് കേരളത്തിന്റെ ഈ കൊല്ലം പരപ്പെന്നറിയപ്പെടുന്ന ഭാഗം. അത് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ വരുന്ന ഏകദേശം 85 കിലോമീറ്റർ വരുന്ന ഭാഗമാണ്. ആ തീരദേശ മേഖലയാണ് ആദ്യഘട്ടത്തിൽ ഖനനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മാറുന്നത്. ഇന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാർബറുകൾ, മാർക്കറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട പീലിങ്ങുകൾ, മത്സ്യത്തിന്റെ പീലിംഗ് അടക്കമുള്ള സ്ഥലങ്ങൾ എല്ലായിടവും തന്നെ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വാടിക്കടപ്പുറത്താണ്. ഒരു വള്ളങ്ങൾ പോലും കടലിലേക്ക് പോകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കാരണം മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ പൂർണ്ണ തോതിൽ വലിയ ശക്തമായ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുകയാണ്. കാരണം കേരളത്തിന്റെ മത്സ്യസമ്പത്തിന്റെ ഭൂരിപക്ഷവും നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഈ കടൽ മണൽ ഖനനം പോകുന്നത് എന്നുള്ളതാണ്. ചെളി ഖനനം ചെയ്യുന്നതോട് തന്നെ മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ കോട്ടം തട്ടുമെന്നും മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുമെന്നും മത്സ്യത്തൊഴിലാളികൾ ആശങ്ക തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. 12 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഖനനമെങ്കിൽ പോലും അത് മത്സ്യസമ്പത്തിനെ കൂടി ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് തൊഴിലാളികൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അവരെ കൂടി കേൾക്കാതെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക്, ആ കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഖനനത്തിനായി ഇവിടേക്ക് ബോട്ടുകൾ എത്തിത്തുടങ്ങിയാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി മത്സ്യത്തൊഴിലാളികൾ നൽകുന്നുണ്ട്. കൊല്ലം തീരത്ത് കഴിഞ്ഞ 2 ദിവസമായി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 3 കപ്പലുകൾ ഇതുമായി ബന്ധപ്പെട്ട സർവേ നടത്തിയിരുന്നു. അന്ന് അപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. എന്തായാലും ഈ സമരത്തോടുകൂടി ഒരു സൂചനാ സമരമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സമരം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നേതാക്കളോ ഈ മത്സ്യത്തൊഴിലാളികളോ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമര നേതാക്കന്മാരടക്കം ഇവിടേക്ക് എത്തിച്ചേരും. LDF-ലെ CPI ഇതിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലത്തീൻ സഭയും ധീവരസഭയും UDF-ലെ ഘടകകക്ഷികളും എല്ലാം തന്നെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമായിരിക്കും കേരളത്തിന്റെ തീരദേശ മേഖല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. താങ്ക് യു. അരുൺ രാജാണ് കൊല്ലം തീരദേശ മേഖലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇനിയിപ്പോൾ മലപ്പുറം താനൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ തീരദേശ മേഖലയിലും ഖനനം നടക്കും. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, താനൂർ മേഖലയിൽ എങ്ങനെയാണ് ഇന്ന് ഉള്ള പ്രതിഷേധം? ശക്തമാണോ? SKN താനൂരിലും ഈ സമരം ശക്തമാണ്. ഒരു ബോട്ട് പോലും നിലവിൽ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എല്ലാം ഇവിടെ ഈ കരയോട് അടുപ്പിച്ച് നങ്കൂരമിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഹാർബറുമായി ചേർന്ന് കിടക്കുന്ന കടകളും സമാനമായ രീതിയിൽ അടച്ചിട്ടുകൊണ്ട് എല്ലാവിധ ഐക്യദാർഢ്യവും ഈ സമരക്കാർക്ക് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കടൽ മണൽ ഖനനം നടത്തിക്കഴിഞ്ഞാൽ അത് മത്സ്യസമ്പത്തിനെ കാര്യമായി തന്നെ ബാധിക്കും, മത്സ്യ കയറ്റുമതിയെ ബാധിക്കും, മത്സ്യ കച്ചവടത്തെ ബാധിക്കും. എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ തകർക്കുമെന്നുള്ള ഒരു ആശങ്കയുടെ പുറത്താണ് നിലവിൽ ഒരു സമരം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഏതാനും ചില മത്സ്യത്തൊഴിലാളികൾ നിലവിൽ ഈ ഹാർബറിൽ തമ്പടിച്ച് നിൽക്കുകയാണ്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സമരത്തോട് എല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലേ? ഈ സമരവുമായി ബന്ധപ്പെട്ട് തീരദേശവാസികൾ എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ചൊരു പാരിസ്ഥിതിക പഠനം പോലും നടത്തിയിട്ടില്ല. ഇത് ഖനനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് തീരവാസികൾക്കോ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മുന്നറിയിപ്പ് പോലും തരാതെയാണ് ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എക്കണോമിക്കലിന്റെ ഭാഗമായിട്ടും സാഗർമല തുടങ്ങിയ വൻകിട പദ്ധതികൾ കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാകുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്ന ആനുകൂല്യങ്ങൾ പോലും വെട്ടിച്ചുരുക്കി മണ്ണെണ്ണ സബ്സിഡി പോലും ഇല്ലാതെ, എന്തിന് ഈ വള്ളങ്ങൾക്ക് ഡീസൽ അടിക്കുന്ന ഇന്ധനം പോലും പെട്രോൾ ടാക്സ്, വണ്ടി ടാക്സി അടിച്ചിട്ടാണ്, റോഡ് ടാക്സി അടിച്ചിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഏതൊക്കെ രീതിയിലായിരിക്കും ഈ ഖനനം നടത്തി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യസമ്പത്തിനെയും ബാധിക്കുക? മത്സ്യസമ്പത്തിന് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ചൂട് വർദ്ധിക്കുമ്പോൾ മനുഷ്യർക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ സമയങ്ങളിൽ മീൻ ആശ്രയിക്കുന്നത് ഈ
പൊത്തുകളിലാണ്, ഈ പാരികളിലാണ്. ഈ പാരികളിലാണ് ഈ ഖനനം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഈ മീനിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കും, മത്സ്യത്തൊഴിലാളികളെ മൊത്തം ജീവിതത്തിലേക്ക് ഇത് ബാധിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഇതുവരെ, എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് പ്രയോജനം, തീരവാസികൾക്ക് എന്ത് പ്രയോജനം എന്നുള്ളത് പോലും മനസ്സിലാക്കി തരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിന് മുന്നേ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ്. ഇത് എന്ത് വില കൊടുത്തും മത്സ്യത്തൊഴിലാളികൾ എതിർക്കുക തന്നെ ചെയ്യും. SKN ഈ മത്സ്യത്തൊഴിലാളികളെ കാര്യമായി ബാധിക്കുന്ന ഈ ഒരു ഖനനവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ ഖനനത്തെ എതിർക്കും, ശക്തമായി തോൽപ്പിക്കും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. താങ്ക് യു സമീർ ബിൻ കരീം. ഇനി ആലപ്പുഴയിലേക്ക് നമുക്കൊപ്പം മനീഷ് മഹിബാൽ ചേരുന്നു. ആലപ്പുഴയിലും ഈ ഖനനത്തിൻ്റെ പേരിൽ സമരവും പ്രതിഷേധവും ഉണ്ട്. മാത്രമല്ല തീരദേശത്ത് താമസിക്കുന്ന ആളുകളെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നൊരു പരാതിയും പരക്കെ ഉണ്ട്. മനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ മനീഷ്, അവിടെ എന്താണ് അവസ്ഥ? SKN കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ജില്ലയാണ് ആലപ്പുഴ. ഇവിടെ 13 കേന്ദ്രങ്ങളിലാണ് 9 മണിക്ക് പ്രകടനവും പൊതുസമ്മേളനവും നടക്കുക. നിലവിൽ 7 മണിക്കൂർ പിന്നിട്ട ഈ സമരത്തിൽ പൂർണ്ണമായും ഒരു മത്സ്യത്തൊഴിലാളി പോലും ആലപ്പുഴ ജില്ലയിൽ ഒരിടത്തും നിലവിൽ ഇന്ന് കടലിൽ പോയിട്ടില്ല, അതായത് പണിക്ക് ഇറങ്ങിയിട്ടില്ല. ഇനിയും ആരും ജോലിക്ക് ഇറങ്ങില്ല. അനുബന്ധ മേഖലകളിലെല്ലാം തന്നെ നിശ്ചലമാണ്. അതായത് ഈ ഹാർബർ, ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ, ഐസ് പ്ലാന്റ്, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളടക്കമുള്ള കാര്യങ്ങളൊന്നും ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടില്ല. ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിലാണ്. അതായത് വെളുപ്പിനെ പുലർച്ചെ 4 മണിക്ക് തന്നെ ഉണരേണ്ട ഒരു ഹാർബറാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ബോട്ടുകൾ, ഈ ഫൈബർ വള്ളങ്ങൾ അടക്കം പുലർകാലങ്ങളിൽ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകേണ്ടതാണ്. പക്ഷേ എല്ലാം നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഇത് ഇന്ന് പോയിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, സാമുദായിക മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ സമരത്തിൽ അണിനിരക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 9 മണിക്ക് PP ചിത്രഞ്ജൻ, അതായത് സമരസമിതിയുടെ കൺവീനർ, ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ A2Cയുടെ നേതാവ് കൂടിയായിട്ടുള്ള PP ചിത്രഞ്ജൻ ചെത്തിയിലും, ഇവിടെ തോട്ടപ്പള്ളിയിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസും, ഒപ്പം തന്നെ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൽ മുൻ MLA വി ദിനകരുമാണ് ഉദ്ഘാടനം നടത്തുക. എന്താണെങ്കിലും ഇന്ന് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികളാണ്. ഇവർ നിലവിൽ ഓണാകേണ്ട സ്ഥലമല്ലേ, രാവിലെ ഇത് എല്ലാവരും 3 മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകളെ കേൾക്കാതെയാണ് ഈ കേന്ദ്രം ഇത്തരം തീരുമാനം എടുക്കുന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുള്ള അല്ലേ? അതെ. എന്താ അതിനകത്ത് നിങ്ങൾക്കുള്ള അഭിപ്രായം? എന്താ ഈ മണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട്? മണൽ ആഴക്കടലിൽ നടക്കുന്ന ഖനനം എന്ന് പറയുന്നത് മത്സ്യമേഖലയുടെ ആവാസ വ്യവസ്ഥിതിക്ക് അനുകൂലമല്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൻ്റെ ഉപജീവന മാർഗം ഇല്ലാതെയാകും. അടിത്തട്ടിലെ ചെള്ള ഇളക്കി അവർ ഈ ഖനനം നടത്തുമ്പോൾ മത്സ്യത്തിൻ്റെ ഈ പരിസ്ഥിതി ആഘാത പഠനമോ ഒപ്പം തന്നെ പബ്ലിക് ഒപ്പീനിയൻ, ഇവരെ പോലുള്ള ആളുകളെ കേൾക്കാതെയുമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു അനുമതി കൊടുക്കുക എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമാണുള്ളത്. ആലപ്പുഴയിൽ അന്ധകാരനഴി, ചെത്തി, മാരാരിക്കുളം, പൊള്ളേത്തൈ, തോട്ടപ്പള്ളി, വലിയഴിക്കൽ തുടങ്ങിയ ഹാർബറുകളാണ് ഇന്ന് പൂർണ്ണമായും നിശ്ചലമാകുന്നത്. SKN. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ സമരം ശക്തിപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല.